ഹലോ! ഇന്ന് ഞാനൊരു കുട്ടി വ്ളോഗായാണേ വന്നിട്ടുള്ളത്. ഇന്ന് ധ്രുവിൻ്റെ 10ാം മാസത്തിലെ വാക്സിൻ എടുക്കാൻ പോവാണേ. അപ്പോൾ അവന് ഓട്ടോയിൽ കയറുന്നതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ കുറേ നേരം പുറത്ത് കൂടെ വണ്ടി പോകുന്നതും പുറത്തുള്ള കാഴ്ചകളൊക്കെ നോക്കിയിരിക്കുകയാണ്. ആളെ ഞങ്ങൾ അങ്ങനെ പുറത്തൊന്നും കൊണ്ടുപോകാറില്ല. ഇതാ ഇപ്പോൾ ഞാനും അമ്മയും അവനും കൂടിയാണ് പോകുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കമൊക്കെ വന്ന് ആളൊന്ന് സൈഡായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ MMR എടുക്കാനാട്ടോ പോകുന്നത്. അവന് ഞങ്ങളെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണ് വാക്സിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ MMR മാത്രം അവിടെ ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് എടുക്കണം. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ഞങ്ങളിവിടെ കോഴിക്കോടുള്ള ഇക്ര ഹോസ്പിറ്റലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ മുണ്ടിനീര് ഒക്കെ അധികമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഇപ്പം അത് നിർബന്ധമാക്കിയിട്ടുണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ. 10ാം മാസത്തിലാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ എത്തി. അപ്പം അവിടെ എത്തിയപ്പോഴും ആൾ ആ ഉറക്കിൻ്റെ ഒരു ഇതിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വാക്സിനേഷൻ്റെ ആ ഭാഗത്തെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ അമ്മേൻ്റെ കയ്യിൽ അവനെ കൊടുത്തു കേട്ടോ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് അങ്ങനെ വാക്സിനൊക്കെ എടുക്കാൻ നിൽക്കുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് നിന്നത്. പിന്നെ അവൻ്റെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ പിന്നെ എനിക്കും സങ്കടമായി. അപ്പം പിന്നെ ഞാനത് വീഡിയോ ഒന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അവിടുന്ന് വേഗം കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾക്ക് ഈ MMR മാത്രമായിരുന്നു. ബാക്കിയുള്ള ഞങ്ങളുടെ വീടിനടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഹെൽത്ത് സെൻ്ററിലാണെങ്കിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ 22ാമത്തെ ടോക്കണാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അതൊക്കെ വരെ കാത്ത് നിന്ന് ഞങ്ങൾ അതും വെച്ചു. അതും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഞാനങ്ങനെ മുറ്റത്ത് കൂടെ കൊണ്ടുപോയി കാക്കേനെയും പൂച്ചേനെയും ഒക്കെ കാണിച്ച് അവസാനം ആളുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിയെടുത്തതാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ. ചില ഡെയിലി വ്ളോഗൊക്കെ ചെയ്യണമെന്ന്. അപ്പം ഇവനുള്ളത് കൊണ്ട് തന്നെ ഒന്നും സാധിക്കില്ല. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പം അതിന് നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം. അതുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.